നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. എന്തെങ്കിലും മുട്ടായെടുത്ത് കഴിക്കണം, ടി വി കാണണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും. അല്ലാതെ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ നമുക്കില്ല. ഒരു പെണ്ണുണ്ട് ഗൈസ്, രാവിലെ മുതൽ ഞാൻ തരുന്ന പെണ്ണ് തീരെ എടുക്കാൻ. ഓ കണ്ണാടി കണ്ടപ്പോ ഇടായിരുന്നു നമുക്ക് അയച്ചു വെക്കാം. ഇപ്പൊ എനിക്ക് എന്താണ്, ഞാൻ ഇന്നെ ഒരു 14 മുട്ടായി അയച്ചു. എന്നിട്ട് വിശപ്പ് തരില്ല, കൊക്കപ്പോഴാൻ തോന്നുന്നു. എനിക്ക് സ്റ്റോമാർ വായി കുത്തിയത് വെറുപ്പിക്കുന്നു, അല്ല വയറ്റ് കുത്തിയത് വെറുപ്പിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു പെട്ടി മുട്ടായി മുഴുവൻ കഴിഞ്ഞ് ഇനി നമുക്ക് ടോബ്ലറോൺ 2 പെട്ടിയുള്ളത്, അത് നമുക്ക് കഴിച്ച് തീർക്കണം. അല്ല കഴിച്ച് തീർക്കൂല, ഇനിയുണ്ട് കുറെ. നമ്മൾ എന്നാലും കഴിച്ച് തീർക്കൂല, എപ്പോഴും കഴിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുമ്പോൾ അമ്മക്ക് ദേഷ്യം വയ്ക്കും. അപ്പം അമ്മ അറിയോ, തുറക്കാനായിട്ട് 2-3 സമയം തന്നിട്ടുണ്ട്. ഈ ഒരു ഇടയിൽ ഇപ്പം ഒരു 1/2 മണിക്കൂർ. അപ്പം ആ 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും നമുക്കിത് എന്താണ്, ആ 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് തുറക്കാം. ഓരോ 4-5 മണിക്കൂർ കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ 1 മണിക്കൂറല്ല, അല്ല 1/2 മണിക്കൂറല്ല. അപ്പോൾ ഇപ്പം ആ ഒരു സമയമാണ്. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. നമുക്ക് ഇവിടെ ഓരോ റൂളുണ്ട്. എന്നുവെച്ചാൽ മുട്ടായി കവറ് അതിവിടെ നമുക്ക് വേസ്റ്റ് ബിൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഈ വേസ്റ്റ് ബിന്നിലിടണം. ആ വേസ്റ്റ് ബിന്നിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. പിന്നെ ഇന്നൊരു റോള് ഞാൻ ചെയ്തില്ല, പറഞ്ഞ് ചെയ്യണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വേസ്റ്റ് ഇടാനുണ്ടല്ലോ, ഈ വേസ്റ്റ് നമ്മളിടണം. അപ്പം ഞാനാണ് ഇത് ഇടുന്നത്, എനിക്ക് വേണം പകുതി വേണ്ട ഇതിൻ്റെ തലേന്ന്. അപ്പോൾ വേസ്റ്റ് ഇടുമ്പോൾ ആ വേസ്റ്റ് നമ്മൾ കളഞ്ഞ് കഴുകി വെക്കണം. അപ്പോൾ ഇന്ന് കളയാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് ഇടുന്നതുണ്ടല്ലോ, ആ കവർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ല. അപ്പം നമ്മളോട് ഇടണ്ടെന്ന് പറഞ്ഞു. അപ്പം കഴുകണ്ട. ടോബ്ലറോണ്ട് ഉണ്ടല്ലോ, ഒരു വൈറ്റ് സാധനമുണ്ട്, അതിങ്ങനെ ബബിൾക്കം പോലെ ഇങ്ങനെ അയാളിങ്ങനെ ഒട്ടി കളിക്കും. ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ കരിക്ക് കണ്ടോണ്ടിരിക്കട്ടോ, ഞങ്ങളുടെ ഫേവറേറ്റ് ആട്ടോ കരിക്ക്. എപ്പോഴും ഈ കരിക്ക് കണ്ടോണ്ടിരിക്കും. കരിക്കാണാൻ മുട്ടായിരുന്നു. പിന്നെ അഥവാ ടൈം അല്ലാതെ നമുക്ക് തിന്നാൻ തോന്നുകയാണെങ്കിലും കാലും കൈയൊക്കെ പിടിക്കണ്ട. പക്ഷെ റൂളല്ലേ, നല്ല ടേസ്റ്റുണ്ട്. ഈ 1/2 മണിക്കൂറിൽ എല്ലാ മുട്ടയാണ് തോന്നുന്നത്. ചുറ്റത് പറയുകയാണെങ്കിൽ 7 ദിവസം വിട്ട് 1 മണിക്കൂർ എന്ന് വെച്ചാൽ 1 മണിക്കൂറിന് ഹാഫാക്കിടാൻ മതി. അപ്പോൾ ഞാൻ അതൊന്ന് കഴിക്കട്ടെ. കുറച്ച് സമയം എനിക്ക് പാട്ട് ചെയ്താനുള്ള ഒരു സമയം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കൈ കൈകട്ടെ. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഒരു പാട്ട് ചെയ്തിട്ടോ. ഇന്ന് ഞാൻ ലെഡിഗോ ഇടാൻ വിചാരിക്കട്ടോ. പണ്ടത്തെ പാട്ടാണ്, ഇപ്പോഴത്തെ പാട്ടാണെങ്കിലും ഒരിത്തിരി നേരം പാട്ട് ചെയ്തില്ലേ സുഖം ഉണ്ടാവില്ല. അടയ്ക്കാനകത്ത് വെള്ളം. അപ്പം ഞാൻ ലെഡിഗോ എഴുതിയതാണ്. അപ്പം ഇതിൻ്റെ അടുത്ത പാട്ട് ലെഡിഗോ ചിക്കൻ. ഞാൻ ഫുള്ളാക്കിട്ടോ, ബാക്കിലൊക്കെ ഉണ്ട് ഫുള്ള് പാട്ട്. ഇതൊരു പാട്ട് എന്താ അങ്ങനത്തെ പാട്ട് എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്തോ കന്നഡം, പിന്നെ ലെഡിഗോ എൽസിൻ്റെ അത് എഴുതിയിട്ടുള്ളൂ. ഞാൻ അടുത്ത എൻ്റെ പാട്ട് സോങ്ങിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാനിതാ ഈ ഇങ്ങനെയായിട്ട് കൊടുത്തത്. എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് എനിക്ക് എന്താ അറിയില്ലേനു. അപ്പം ഞാൻ എന്താക്കിയെന്നറിയാം, ഞാൻ സോങ്ങിൽ എഴുതി വെച്ചു. അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ഇത് പാട്ട് പാടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പം എനിക്ക് മനസ്സിലായത് ഫസ്റ്റ്
ടൈം ഇതാണ് കേട്ടോ പാട്ട്. അപ്പം ഞാൻ ഇത് എഴുതട്ടെ. ഞാൻ പട്ടിഷ കാണിച്ചിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇടം കണ്ണൊക്കെ ഇട്ട് ഞാൻ മെല്ലെ നോക്കുന്നുണ്ട് കണ്ടോ. അപ്പം ഞാൻ മുഴുവൻ എഴുതി കഴിഞ്ഞില്ല. ഈ ദിവസം കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യും. ബട്ട് അപ്പം എനിക്കെന്തോ മതിയാവുന്നു. ഇതാ ഇവിടെ ഇത് എഴുതി പുറത്തും ഫസ്റ്റ് ടൈം ഇൻ ഫോർ എവർ അവിടുത്തെ. എനിക്ക് കുറച്ച് TV കാണാൻ വേണ്ടി ഒരു മുട്ടായും കൂടി. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് കാര്യമായിട്ട് എന്തെന്നല്ലേ മുട്ടായി കഴിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യമുള്ളൂ. ഇത് പിടി. അപ്പം ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ കാർഡ് കളിക്കും. ഇതൊക്കെ തിന്നു കഴിഞ്ഞ് ഡയറി ചെയ്ത് കണ്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വരാം. ഓക്കെ, ഞാൻ ഒന്നത് കഴിക്കട്ടെ. വീണ്ടും പട്ടിഷ. ഇത് പട്ടിഷ എന്താ ഭയ കിട്ടിപ്പോയതാണ്. എന്ത് ചെയ്യാൻ? മിഠായൊക്കെ പൊളിച്ച് നല്ല വഴിയൊക്കെ കെട്ടി സോപ്പെന്ന് പറഞ്ഞാൽ കാറ്ററിന് പട്ടിഷ കാണിച്ച് നിൽക്കാൻ നല്ല രസമാണ്. ഓക്കെ ബൈ. ഞാൻ പറഞ്ഞ് പോകുന്നുണ്ട്. ഫൈനായെന്ന് പറയുന്നത് ഞാൻ കഴിച്ചോളാം അടക്കം. ഫൈനായെന്ന് പറയുന്നത് എൻ്റെ ഡ്രോയിങ് ടൈം ആട്ടോ. അത് ഞാൻ ഉറപ്പിച്ച് വെച്ചതാണ്. എന്താ എൻ്റെ ഈ ബുക്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ എന്താ സോങ് ബുക്ക്, പിന്നെ എന്താ ഗെയിം ബുക്ക്, ഡ്രോയിങ് ഇവിടെ രണ്ടും ഞാൻ കേട്ടോ. അപ്പം ഇത് നടുവെന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ഇവിടെ രണ്ടും മിക്സ് ആയിട്ടാണ് വരാം. ബട്ട് എൻ്റെ ഗെയിമും എന്താണ് ഡ്രോയിങ് മിക്സ് ആയില്ല. ബട്ട് എൻ്റെ ഇത് ഞാൻ എന്തോ പഠിക്കാൻ വേണ്ടിയിട്ടോ എൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ വന്നപ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ മലയാളം പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ടീച്ചറായി പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പിക്ക് എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാത്തതാ 500 ആണ് അത് വെച്ചത്. ഇത് എനിക്ക് ക്യൂട്ടായിട്ട് ഇതൊക്കെ ഞാൻ അങ്ങനെ അയച്ചാണ്. നമുക്ക് വേറെ പിക്ക് നോക്കാം. ഞാൻ അങ്ങനെ എഴുതിയില്ല കേട്ടോ. 2 6 1 2 ഇവിടെ ഒരു 1 ഇങ്ങണ്ട്. ഇതൊന്നും ഇല്ലാതെ നോക്കുമ്പോൾ 2 6 1 2 1. ഇത് ഞാൻ അങ്ങനെ തന്നെ എഴുതിയല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ പോയി ആ ഡ്രോയിങ് കാണിച്ചു. പിക്കൊന്ന് കാണിക്കുക. ഇതാണ് വരയ്ക്കാൻ പോണത്. ചെക്ക് ചെയ്തിട്ടോ എൻ്റെ തോതാപ്പൾക്ക് ഒരു മുട്ടയച്ച്. അപ്പോൾ ഞാനും കൊതിയെത്തി അതിന് ചാടി. അപ്പോൾ ഞാൻ മനസ്സിൽ ചെറിയ അവിടെ ഇവിടെ യൂസ് ചെയ്യണ്ട. ചെറുതാക്കാൻ വെച്ചതും ഞാൻ ക്യൂട്ടായിട്ട് ഇങ്ങനെ സ്റ്റിക്കറും ഒക്കെ. എന്നാൽ അപ്പോൾ ഗൈസ് നമ്മൾ 2 മുട്ടായും കഴിച്ചപ്പോൾ ഒന്ന് ഓടായി. നമ്മൾ വിചാരിച്ചു എന്താണ് ഒന്ന് ചെറുതാണെന്ന് വലുതുമാണ്. അപ്പോൾ വലുത് അണ്ടകൊണ്ടൊക്കെ ചെയ്ത് ജയിക്കുന്ന ആൾക്ക് കിട്ടും, ചെറുത് ജയിക്കാത്ത ആൾക്ക് കിട്ടും. നമുക്ക് അണ്ടക്ക മുണ്ടൊക്കെ ചെല്ലിയൊക്കെ. ഓക്കെ, വീണ്ടും ഡ്രോ ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ പിക്ക്. നിങ്ങൾ വിചാരിക്കുന്ന വലുതായിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കുറച്ച് റൂൾസ് അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ പിക്ക് വരച്ചാലോ? കണ്ടോ ഈ ഒരു പെണ്ണിന് അത് വരയ്ക്കാം. നോക്കാം. ഒന്നും വിചാരിക്കരുത്, എൻ്റെ ഇങ്ങനെ കാക്കക്കുട്ടീൻ്റെ പോലെ ആയിപ്പോയി സ്റ്റൈലില്ല. സോറി കേട്ടോ. ഇത് വരയ്ക്കാം. കുറേ ക്യൂട്ടായിട്ട് വരച്ചിട്ടത് മുഴുവൻ ഞാൻ ഇത് വരയ്ക്കാം. നോക്കിക്കോ. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കളർ ചെയ്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരേ കാരണം പ്രകാരം എൻ്റെ ഡേ മൈ ലൈഫ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ.